അപ്പം ചായക്കടി പാലപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഞാൻ എങ്ങനെ എടുക്കണമെന്ന് ഒരു കൂട്ടുകാർ ചോദിച്ചിരുന്നു. ഞാനിങ്ങനെ ഇതോടെ പ്രഷർ നോർമലായിക്കോട്ടെ. കുറച്ച് കൂട്ടുകാരുടെ സംശയമാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ബലം പിടിച്ച് സംസാരിക്കണത്. അപ്പൊ ഈ ബെഡ് ഏതാണെന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു, അത് ഞാൻ കാണിച്ചില്ല. ഇതെന്താടാ? ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഒരു കുഞ്ഞു ഡേ ലൈഫ് പോലെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ചായക്കടി പാലപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. പാലപ്പം രാത്രി ഞാൻ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പി അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു 2 കപ്പ് പച്ചരിക്ക് ഒരു 1/4 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയും ഒരു നുള്ളി ഈസ്റ്റും കൂടി ചേർത്ത് അരച്ച് വെക്കാം. അത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ വെള്ളപ്പച്ചട്ടിയും പാലപ്പച്ചട്ടിയും ഒക്കെ. ഇതൊരു കാസ്റ്റ് അയണാണ്. Aqui. É? Salah dulu. Dari mas. Saya nak apa? കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ കുട്ടി വന്നത്. ഒരു +2 പഠിക്കുന്നത്. അതും വളാഞ്ചേരിക്ക് എത്തണം. കറി കുക്കറിലിട്ടിട്ട് ഞാൻ ഓളം ഒരുക്കി പറഞ്ഞയച്ചിട്ടോ. ഇതിക്ക് തേങ്ങാപ്പാൽ വെക്കേണ്ട പണിയുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി. അതോടെ നമ്മുടെ ചിക്കൻ കറി റെഡി. തേങ്ങാപ്പാൽ ഞാൻ എങ്ങനെ എടുക്കണമെന്ന് ഒരു കൂട്ടുകാർ ചോദിച്ചിരുന്നു. ഞാനിങ്ങനെ തേങ്ങ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഞാൻ തേങ്ങൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കും. ഇതിൻ്റെ പിന്നിൽ നല്ല കറുപ്പുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ ചുരണ്ടി കളയിട്ടോ. ഇതിനിപ്പോൾ അത്ര കുഴപ്പമില്ല, ഇളം തേങ്ങയാണ്. അതൊക്കെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്നിട്ടേക്ക് വെള്ളം ഒഴിക്കാം, അരച്ചെടുക്കാം, പിഴിയാം. ഇങ്ങനെ ഇട്ടു ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കാറ്. കുരുമുളക് പൊടി ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നാമത് ഒന്നിച്ചിട്ടുണ്ട് അരച്ച് വെക്കുമ്പോൾ അത് പൂത്തു പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ അതിനൊരു ഫ്ലേവർ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പൊടിച്ച ഉടനെ അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കും. അപ്പം എപ്പോഴും നല്ല ഫ്രഷ് കുരുമുളക് പൊടി നമുക്ക് കിട്ടും.
ഈ കറിക്ക് ഞാൻ കുറച്ച് പൊട്ടാറ്റയും ക്യാരറ്റൊക്കെ ഇടണം വിചാരിച്ചായിരുന്നു. പക്ഷെ കുട്ടി വന്ന തിരക്കിൽ ഞാനൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാക്കി. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു ഇനി അടുത്ത എന്താ ചെയ്യുമ്പോൾ നോക്കാം. അത് ആലോചിച്ചോണ്ടാണ് ചായ കുടിക്കുക. ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ചോറ് കുക്കർ വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. തുണികളൊക്കെ നോക്കിയെടുക്കണം. ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം. സാധാരണ രാത്രി ഞാൻ മടക്കിയെടുക്കും. രാത്രി മിക്കവാറും എനിക്ക് എഡിറ്റിംഗ് ഉണ്ടാവും. തുണികളൊക്കെ ഇപ്പൊ തന്നെ മടക്കി വെക്കണം വിചാരിക്കണത്. ആ തുണികൾ എങ്ങനെ അങ്ങനെ മടക്കി വെക്കും എന്നൊരു കൂട്ടുകാർ ചോദിച്ചിരുന്നു. അപ്പോൾ അതും പറ്റില്ല കേട്ടോ. പാലല്ല, ഇത് കഞ്ഞോളാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ലോ പ്രഷർ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും വേണ്ട, ചോറ് കൂട്ടിയിട്ട് കഞ്ഞോളം ഉണ്ടാവില്ലേ, ആ കഞ്ഞോളം ഒന്ന് ഉപ്പിട്ടിട്ട് ഇടക്കിടക്കൊന്ന് കുടിച്ചാൽ മതി. കഞ്ഞോളം അങ്ങനെ കുടിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയ പാടെ അപ്പം അതോടെ ഉപ്പിട്ട് വെക്കും. ജോലിക്കിടെ ഇടക്കിടക്ക് നമുക്ക് അതിന് കുടിക്കും. ഇതോടെ നമ്മൾ പ്രഷർ നോർമലാണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെ പുരട്ടി വെച്ചാലുള്ള ഗുണം അതാണ്. നമുക്ക് ഈ തിരക്കുള്ള ദിവസങ്ങൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് കുടിച്ചാൽ മതി. എഴുതാനോ മസാല കൊടുക്കാനോ ഒന്നും ഇഷ്ടമല്ല. നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയാൽ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ചമ്മന്തി റെസിപ്പി ഞാൻ കാണിക്കില്ല. ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ കുറച്ച് പുളിങ്ങയും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും മുളക് പൊടി പിന്നെ വേണ്ട. ഇനി നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി ചോദിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കരിഞ്ഞ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കാം. അതുപോലെ ചമ്മന്തി റെഡി. ഇനി അടുത്ത പരിപാടി പെട്ടെന്നൊന്ന് അടിച്ചൊരു തുറച്ചിട്ട് കുടിച്ച് ഫ്രഷ് ആകുക. കുറച്ച് കൂട്ടുകാരുടെ സംശയമാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ബലം പിടിച്ച് സംസാരിക്കണത്, അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ. ഞാനിങ്ങനെ മനഃപൂർവ്വം സംസാരിക്കണതല്ല അതിനകത്ത്. മേ ബി എന്തൊരു ശൈലി അതായിരിക്കും, സംസാര ശൈലി. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ഞാൻ നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാറ്. വീഡിയോക്ക് വേണ്ടി പ്രത്യേകിച്ചിട്ട് വേറെ സംസാരിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ. എന്നാൽ കുറച്ച് കൂട്ടുകാർ പറയുന്നുണ്ട് സംസാരം ഇഷ്ടമായി, നല്ലതാണെന്നൊക്കെ. കുറച്ച് കൂട്ടുകാർ ഇങ്ങനെയും പറയുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ലാഗ് ഇല്ലാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകണം. ലാഗ് അടിച്ച് പറയരുത്. എൻ്റെ സൂര്യ എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്. ഞാനാണെങ്കിൽ ചവറയാണ് സംസാരിക്കുന്ന ഒരാളും അല്ലേനും. നമ്മൾ ഈ വ്ലോഗ് എടുക്കുമ്പോൾ ലാഗ് ഇല്ലാതെ സംസാരിക്കും വേണേനും. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ബലം പിടുത്തം കടുപിടുത്തൊക്കെ ഉണ്ടാകും. അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലും അങ്ങനെ സംസാരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി കിടക്കാം. ഒന്നും തിരുമ്പിടില്ല കേട്ടോ. അത്ര തീരുമാനമില്ല. ഒന്ന് വാഷിംഗ് മെഷീൻ ക്രോസ്റ്റാണ്. ഈ ബ്രഷ് കൊണ്ട് അടിച്ചു വരുന്നത് നല്ല സുഖമാണ് കേട്ടോ. എല്ലാ മുക്കിലും മുറിയിലും കിടക്കുന്ന മുടികളൊക്കെ ഈ ബ്രഷിന് ഒട്ടി പിടിച്ചിട്ട് പോരും. പക്ഷെ അതിന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് അടിച്ചു വരുന്നത് സുഖവും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഇഴകളൊക്കെ ഇങ്ങനെ വേറിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നന്നായി ചിരി കൊടുക്കും. അപ്പം അതിൻ്റെ ഇഴകളൊക്കെ അതേപോലെ വേറിട്ട് കിടക്കും. നമുക്ക് ഈ ബെഡ്ഷീറ്റ് മാറ്റില്ല, മഞ്ഞ ബെഡ്ഷീറ്റില്ല, അതും കൂടി ഒന്ന് വിരിച്ചു നോക്കി നോക്കാം. ഇതെന്താടാ മോന് വരുമ്പോൾ കൂടുന്ന കേട്ടോ. ടെൻഡർ കോക്കനട്ട് ഹൽവ. എത്ര ഹലുവൻ്റെ പല വേർഷനും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരെണ്ണം ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓൻ കോഴിക്കോട് നിന്ന് വരികയാണ് കേട്ടോ. കോഴിക്കോടാണല്ലോ ഹലുവൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. കോഴിക്കോട് ഹലുവ എന്നൊക്കെ. അടിപൊളി. ഇപ്പോൾ കോഴിക്കോട് ആരും ഭാഗത്തുണ്ടെങ്കിലും ഇത് ഹൽവ അടിപൊളിയാണ് കേട്ടോ. നമുക്കിഷ്ടം. അപ്പോൾ നമുക്ക് മഞ്ഞ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം.
അപ്പോൾ ഈ ബെഡ് ഏതാണെന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്ലോ മാട്രസിൻ്റെ ബെഡാണ് കേട്ടോ. നല്ലതാണോ ചോദിച്ചാൽ നല്ല അടിപൊളി ബെഡാണ്, നല്ല ബെഡാണ്, ഉപയോഗിച്ചിടത്തോളം നല്ല ബെഡാണ് കേട്ടോ. ഒരു 13,000-14,000 ആയിരിക്കും. നമ്മൾ കട്ടിൽ സൈസിനനുസരിച്ചിട്ട് വില കൂടും കുറയൊക്കെ ചെയ്യും. ഈ കട്ടിൽ 5.6 ലേക്കാ, 5.6 ഈ കട്ടിൽ. ഈ കട്ടിൽ 5.6 സൈസ് കേട്ടോ. നമ്മൾ ബെഡിന്റെ സൈസിനനുസരിച്ചിട്ട് വില കൂടിയും കുറഞ്ഞും ഒക്കെ എടുക്കും. ഏകദേശം ഒരു 13,000 രൂപയാണ് ഇതിന്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഇനി ബെഡ്ഷീറ്റ് വിളിച്ച് നോക്കാം. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതും ആ ബെഡ്ഷീറ്റിന്റെ സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ. സംഗതി നല്ല മിന്നിച്ചിട്ടുണ്ട് കേട്ടോ. റൂം കത്തും, മോനെ ഓടിക്കും. അപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞു, ഓണാഘോഷങ്ങൾ കഴിഞ്ഞു, സ്കൂളും പൂട്ടി. മഷൂർ എക്സാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പം ഞാനും വീട്ടിൽ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടാൻ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.